അജ്മീർ ഖാജ തങ്ങളുടെ ഒന്നാമത്തെ ഖലീഫ ഖാജ കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങളുടെ ദർഗയിലേക്ക് അസ്സലാമു അലൈക്കും യാ കുത്തുബുദ്ദീൻ ബഖ്തിയാർ, അസ്സലാമു അലൈക്കും യാ ഔലിയാ അല്ലാഹ്. ഇതൊരു കല്ലാണ്. ഈ കല്ല് ഇവിടെ താഴെ നിന്ന് എടുത്ത് ഇവിടെ വെച്ചതാ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മഖാമെ ദുആ ഹദ്റത്ത് മെഹബൂബ് ഇലാഹി ഖാജ നിസാമുദ്ദീൻ ഔലിയ. നിസാമുദ്ദീൻ ഔലിയ തങ്ങളെ പറ്റി പറഞ്ഞില്ലേ, അതാരായിരുന്നു? അജ്മീർ ഖാജ തങ്ങളുടെ ശിഷ്യന്മാരുടെ ശിഷ്യപരമ്പരയിൽ പെടുന്നവരാ. അപ്പൊ നിസാമുദ്ദീൻ ഔലിയ തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് മഹാനായ ബഖ്തിയാർ കാക്കി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ മഹാനവറുകൾ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നിസാമുദ്ദീൻ ഔലിയ തങ്ങൾ ഇവിടെ വന്ന് ഈ കല്ലിന്റെ മുകളിൽ കയറി ഇവിടെ നിന്നിട്ടാണ് ഫാത്തിഹ ഓതി സലാം പറഞ്ഞ് ദുആ ചെയ്ത് സിയാറത്ത് ചെയ്ത് പോകും. അങ്ങോട്ട് പോവാറുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അജ്മീറിൽ വെച്ചൊരു സംഭവം പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാരായ ആളുകളൊക്കെ അവരൊക്കെ അത്രയും ദൂരം സിയാറത്തിന് വന്നിട്ട് മഹാനായ ഖാജ തങ്ങളുടെ ഹദറത്തിൽ വന്ന് അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് പോവല. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏതവർ താരീഖിർ മുബാറക് പത്തർ, ചരിത്രപരമായ ബറക്കത്താക്കപ്പെട്ടൊരു കല്ലാണ്. ജസ്പർ കടയ ഹോക്കർ ഹദറത്ത് മെഹബൂബ് ഇലാഹി ഖാജ നിസാമുദ്ദീൻ ഔലിയ. ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് മെഹബൂബ് ഇലാഹി തങ്ങള്, നിസാമുദ്ദീൻ ഔലിയ തങ്ങള്, ബഖ്തിയാർ കാക്കി തങ്ങളെ സലാം അഖീദത്ത് പേഷ് കർത്തെ, സലാം പറയും, ദുആ ചെയ്യും, തിരിച്ചു പോകുമായിരുന്നു. ഒരു ആദരവിന്റെ ബഹുമാനത്തിന്റെ ഭാഗമാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതായൊരു കാര്യമാണ്. മഹാന്മാരായ ആളുകൾ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ അവരുടെ അടുക്കലേക്ക് എങ്ങനെ പോവേണ്ടത് എന്നുള്ളതും അവരുടെ അടുക്കൽ നാം പാലിക്കേണ്ട അദബുകൾ എന്താണ് എന്നുള്ളതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് ജീവിതകാലം മുഴുവൻ കഴിയാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുകയാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.